ഗൗരി ശങ്കരം സീരിയലിലെ ഗൗരിയായും ഇപ്പോൾ പഞ്ചാഗ്നിയിലെ അമൃതയായും തിളങ്ങുന്ന സീരിയൽ നടി വീണ നായരുടെ വിവാഹമാണിന്ന്. അതിനു മുന്നോടിയായി നടന്ന ഹൽദി ആഘോഷത്തിന്റെ വീഡിയോകളും ചിത്രങ്ങളുമാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. മഞ്ഞ പൂക്കളാലും വർണ്ണനിറങ്ങളാലും അലങ്കരിച്ച വേദിയിൽ സ്വർണം പൂശിയ താമരപ്പൂവിലിരുന്നായിരുന്നു ആഘോഷങ്ങളെല്ലാം. മഞ്ഞ സ്ലീവ്ലെസ് ചുരിദാറിൽ സുന്ദരിയായിരുന്ന വീണയുടെ കൂട്ടുകാരെല്ലാം തന്നെ ആഘോഷത്തിന് എത്തിയിരുന്നു. വീണ ഹൽദി ആഘോഷത്തിൽ മുഴുകിയപ്പോൾ നടിയെ വിവാഹം കഴിക്കാൻ പോകുന്ന കക്ഷി ബാച്ചുലർ പാർട്ടി ആഘോഷത്തിലുമായിരുന്നു. സ്വാതന്ത്ര്യത്തിന്റെ അവസാന ദിനം എന്ന് കുറിച്ചാണ് വരൻ വൈഷ്ണവ് ആഘോഷ ചിത്രങ്ങൾ പങ്കുവച്ചത്. ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്ത ഗൗരി ശങ്കരം എന്ന ഒരൊറ്റ സീരിയലിലൂടെ പ്രേക്ഷക മനസ്സ് കവരുകയും ഇപ്പോൾ ഫ്ലവേഴ്സിലെ പഞ്ചാഗ്നിയിലൂടെ അമൃതയായും തിളങ്ങുന്ന നടിയാണ് വീണ നായർ. താരപ്രശസ്തിയുടെ ഉന്നതിയിൽ നിൽക്കവെയാണ് ജീവിതത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് നടി കടക്കുന്നത്. ഗൗരി ശങ്കരത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കെയായിരുന്നു വീണയുടെ വിവാഹ നിശ്ചയം നടന്നത്. 2024 സെപ്റ്റംബറിലായിരുന്നു വിവാഹ നിശ്ചയം. അതുകഴിഞ്ഞ് 7 മാസം തികയവെയാണ് വിവാഹത്തിലേക്കും എത്തിയത്. പ്രണയവിവാഹമാണ് വീണയുടേത്. കുടുംബാംഗങ്ങൾ മാത്രം പങ്കെടുത്ത ഒരു ചെറിയ ചടങ്ങിലായിരുന്നു വിവാഹ നിശ്ചയം. വിവാഹവും അതുപോലെയായിരിക്കുമോ അതോ ഗംഭീര ആഘോഷമാക്കുമോ എന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ. അതേസമയം തൃശ്ശൂരുകാരിയാണ് വീണ. പക്ഷേ ജനിച്ചതും വളർന്നതും എല്ലാം മുംബൈയിലായിരുന്നു. തൃശ്ശൂരിലെ പ്രേംകുമാർ ശ്രീലത ദമ്പതികളുടെ മകളായിട്ടായിരുന്നു ജനനം. ബിസിനസ് മാനേജ്മെന്റ് ബിരുദധാരിയാണ്. ഒരു മികച്ച ക്ലാസിക്കൽ ഡാൻസറായ വീണ ടിക്ടോക്ക് വീഡിയോകൾ നിരവധി ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെയാണ് സിനിമാ രംഗത്തേക്ക് പ്രവേശിച്ചത്. ഒരിക്കൽ നാടോടിക്കാറ്റ് മൂവിയിലെ മോഹൻലാൽ ശോഭന റൊമാൻറ്റിക് സീൻ ടിക്ടോക്ക് ചെയ്ത് വൈറലായതാണ് വീണയ്ക്ക് സിനിമാ അഭിനയത്തിലേക്ക് കടക്കുവാൻ പ്രചോദനമായത്. ആകാശഗംഗ 2 എന്ന ചിത്രത്തിലേക്ക് അഭിനേതാക്കളെ ആവശ്യമുണ്ടെന്നറിഞ്ഞ വീണ മണിച്ചിത്രത്താഴിലെ ശോഭന അവതരിപ്പിച്ച നാഗവല്ലിയുടെ ഒരു രംഗം അഭിനയിച്ച വീഡിയോ സംവിധായകൻ വിനയന് അയച്ചു കൊടുക്കുകയും അതിഷ്ടപ്പെട്ട സംവിധായകൻ വീണയെ ആ സിനിമയിൽ നായികയായി തിരഞ്ഞെടുക്കുകയും ചെയ്തു. ആകാശഗംഗ 2-ൽ ആരതി വർമ്മ എന്ന നായിക കഥാപാത്രത്തെയാണ് വീണ അവതരിപ്പിച്ചത്. പിന്നീട് പ്രണയവിലാസം എന്ന ചിത്രത്തിൽ അർജുൻ അശോകനൊപ്പം റിഹാന എന്ന കഥാപാത്രത്തെയും അവതരിപ്പിച്ചിരുന്നു. പിന്നാലെയാണ് ഗൗരി ശങ്കരത്തിലേക്ക് നായികയായി എത്തിയത്. ഗൗരി ശങ്കരം സീരിയൽ അവസാനിച്ച ശേഷമാണ് വീണ പഞ്ചാഗ്നിയിലേക്ക് എത്തിയത്. നേരത്തെ ലിമ ബാബു എന്ന സീരിയൽ നടിയായിരുന്നു അമൃത എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത്. എന്നാൽ തികച്ചും സ്വകാര്യമായ കാരണങ്ങളാൽ ലിമ പഞ്ചാഗ്നിയിൽ നിന്നും ക്വിറ്റ് ചെയ്തപ്പോഴാണ് ആ വേഷത്തിലേക്ക് വീണ എത്തിയത്. വിവാഹ നിശ്ചയം കഴിഞ്ഞ മാസങ്ങൾക്കിപ്പുറം വിവാഹ വിശേഷവും അറിയിച്ചെത്തിയ വീണയ്ക്ക് വിവാഹാശംസകൾ അറിയിക്കുകയാണ് ആരാധകർ ഇപ്പോൾ. വൈഷ്ണവ് എന്ന ചോട്ടാ ബാഹുബലിയെയാണ് വീണ വിവാഹം കഴിക്കാൻ പോകുന്നത്. ഏറെക്കാലത്തെ പ്രണയ സാഫല്യം കൂടിയാണ് ഇവരുടെ വിവാഹം. എന്തായാലും വീണയുടെ വിവാഹം കാണാനുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.